ലോകാസമസ്ത സുഖിനബന്ധു 926 ജിജേഷാണ്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ദിണ്ടിക്കൽ പറഞ്ഞൊരു സ്ഥലത്താണ്. നമ്മൾ 5 EV എടുത്തു, നിങ്ങളെല്ലാവരും സ്റ്റാറ്റസ് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ EV കാറ് കൊണ്ട് ഒന്ന് ലോങ് വരുന്ന കുറേ ദിവസമായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പോൾ നമ്മളിപ്പോൾ തഞ്ചാവൂർ, കുംഭകോണം, ശ്രീരംഗം ആ അമ്പലങ്ങൾ വിസിറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ നമ്മൾ ഇന്നലെ ഫുൾ ചാർജ് ചെയ്തിട്ട് വന്നു. നമ്മൾ 5 EV ആയ കാരണം ഗിയറൊന്നും മാറ്റണ്ട, രാത്രിയാണ് ഇറങ്ങിയത്. കുറച്ച് ദൂരം ഓടുമ്പോൾ നമുക്ക് ഉറക്കം വന്നു. അപ്പോൾ ഉടുമ്പൽപ്പേട്ടയിൽ നിന്ന് റൂം എടുത്തിരുന്നു. അപ്പോൾ വീണ്ടും രാവിലെ അടിച്ചൊരു 100 കിലോമീറ്റർ ഓടി ദിണ്ടുക്കൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ചാർജ് ചെയ്യാനിട്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ കാറിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മളെ പുതിയതായി തുടങ്ങുന്ന EV ഫാമിലി എന്ന യൂട്യൂബ് ചാനലിൽ കണ്ടാൽ മതി. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിലും ഞാൻ ഓരോ ട്രിപ്പിനെ കുറിച്ചും അതുപോലെ തന്നെ എത്ര ചാർജ് എന്താ കാര്യങ്ങളെന്നെ കുറിച്ചും എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. നന്ദി, നമസ്കാരം. ആദ്യമായിട്ട് ചാർജ് ചെയ്യുന്നതിന് നമുക്ക് ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ സഹായത്തിന് നമുക്കൊരു സെക്യൂരിറ്റി ഉണ്ടായിരുന്നു. അയാൾക്കും വലിയ ഐഡിയ ഉണ്ടായിരുന്നില്ല. പക്ഷേ രണ്ടാളുടെ എൻ്റെയും അയാളുടെ ഐഡിയയും കൂടി അത്യാവശ്യം എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലായി. നമ്മൾ ആദ്യം ആ സിയോൺ ചാർജറിൻ്റെ ഏതാ ചാർജർ എന്ന് വെച്ചാൽ ആ ചാർജറിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് അതിൽ വാലറ്റിൽ പൈസ ഇടുക. വാലറ്റിൽ പൈസ ഇട്ട് കഴിഞ്ഞാൽ നേരെ ചാർജ് ചെയ്യുന്നതെടുത്ത് നമ്മളെ കാറിൽ കൊണ്ട് കുത്തിയിട്ട് സ്റ്റാർട്ട് ചാർജിങ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് രണ്ടും കൂടി സിങ്ക് ആവും, ചാർജർ സ്റ്റേഷനും നമ്മുടെ കാറും. പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് വളരെ പെട്ടെന്ന് തന്നെ അതിൽ ടൈം ഇട്ടിട്ടുണ്ട്. ഞാൻ ബില്ലിൻ്റെ ഫോട്ടോ ഇടണതിൽ 32 മിനിറ്റിൽ നമ്മൾക്ക് 42% to 94% ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ധൈര്യമായി എവിടെ പോയാലും ഒരു ചായ കുടിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ടോയ്ലറ്റിൽ പോകുന്ന കാര്യങ്ങൾ സമയത്തിനുള്ളിൽ തന്നെ നമുക്ക് 94-100 ഒക്കെ ആവുമെന്നുള്ള ധൈര്യം കിട്ടി. ഇത് പിന്നെ ഒന്നും നോക്കിയില്ല, സമാധാനത്തിൽ ഓട്ടി. എവിടെ പോയാലും ഇഷ്ടംപോലെ ചാർജിങ് സ്റ്റേഷൻ ഉണ്ട്. ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല. ടാറ്റ എടുക്കുമ്പോൾ നമുക്കൊരു പേടി ഉണ്ടായിരുന്നു എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരുമെന്നുള്ളത്. പക്ഷേ ചാർജിങ് സ്റ്റേഷനിൽ കറക്റ്റായി ചാർജ് ചെയ്ത് കിട്ടിയപ്പോൾ പിന്നെ ധൈര്യമായി. പിന്നെ നമ്മൾ അമ്പലം എന്തായാലും കറങ്ങിയിട്ട് തന്നെ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ എല്ലാ അമ്പലം കറങ്ങാൻ ധൈര്യമായി തീരുമാനിച്ചു.